PSC ടെക്സ്റ്റ് ബുക്കുകൾ SCRT ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ യൂസ് ചെയ്യുന്നത് PSC പള്ളിക്കൂടം ജനറൽ സയൻസ്, PSC പള്ളിക്കൂടം ഗണിതം, പിന്നെ PSC പള്ളിക്കൂടം സോഷ്യൽ സയൻസ്. ഈ 3 പുസ്തകങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് PSC പള്ളിക്കൂടം ജനറൽ സയൻസ് ഒന്ന് പരിശോധിച്ചാലോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: SCRT പുതിയ പാഠപുസ്തകങ്ങൾ സ്റ്റാൻഡേർഡ് 5, 6, 5, 7, 9 അടിസ്ഥാന ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, വിവരസാങ്കേതിക വിദ്യ. അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ അടുത്ത പേജില് മാറിയ സ്കൂൾ പാഠപുസ്തകങ്ങൾ, മത്സര പരീക്ഷകളും, പിന്നെ ഓരോ കണ്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കുക, കണ്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, പിന്നെ 9ാം ക്ലാസ്സിലെ രസതന്ത്രം, അങ്ങനെ കുറെ കണ്ടന്റ് ബേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഓരോ ടോപ്പിക്ക്, ഓരോ ചാപ്റ്ററിന്റെ പേര്. അപ്പം 5ാം ക്ലാസ്സിൽ തന്നെ നോക്കുവാണെങ്കിൽ 5ാം ക്ലാസ്സിൽ ഒറ്റയ്ക്കല്ലൊരു ജീവിയും, ആഹാര ശൃംഖലാജാലം എന്ന് പറഞ്ഞാൽ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ആഹാര ശൃംഖല ആവാസം. പിന്നെ അത് കഴിഞ്ഞ് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടിവരയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ അടുത്തത് കൊടുത്തിരിക്കുന്നത് ഓരോ സർപ്പിള വിന്യാസം, ഫൈലോടാക്സി, ഏകാന്തര വിന്യാസം, എതിർവിന്യാസം, അങ്ങനെ. അടുത്ത എപ്പിഫൈറ്റുകൾ, പരാതങ്ങൾ, പിന്നെ വ്യാധി. അടുത്ത ചാപ്റ്ററാണ് വ്യാധികൾ പടരാതിരിക്കാൻ. അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് ആണ് ജനറൽ സയൻസ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് സോഷ്യൽ സയൻസ് പരിചയപ്പെടാം. സോഷ്യൽ സയൻസിലാണെങ്കിൽ ഫസ്റ്റ് ഏതാണ്ട് നിങ്ങൾ കണ്ടില്ലേ, സോഷ്യൽ സയൻസ്. PSC പള്ളിക്കൂടം സോഷ്യൽ സയൻസ് എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ മാറിയ സ്കൂൾ പാഠപുസ്തകങ്ങളും മത്സര പരീക്ഷകളും, പിന്നെ ഓരോ ചാപ്റ്ററായിട്ട് പീലിയുടെ ഗ്രാമം, 5ാം ക്ലാസ്സിലെ കുറച്ച് ചാപ്റ്റേഴ്സ്, 7ലെ കുറച്ച് ചാപ്റ്റേഴ്സ്, അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ പീലിയുടെ ഗ്രാമം അത് കുറെ ഓരോ അന്യദേശ തൊഴിലാളികളെയും അവിടുത്തെ പദ്ധതി, അവരെ സഹായിക്കാൻ സമ്പൂർണ്ണ സാക്ഷരതയ്ക്കായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതി, പിന്നെ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ഒരു ചാപ്റ്ററിൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പം ഭക്ഷണവും മനുഷ്യരും ഭക്ഷണത്തിനായി ഇലകൾ, പഴങ്ങൾ, വേരുകൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, അങ്ങനെ എന്നിവയായിരുന്നു ആദിമകാലത്ത് മനുഷ്യരുടെ ഭക്ഷണം. അതിനെക്കുറിച്ചൊക്കെ, പിന്നെ ആദിമകാല മനുഷ്യരുടെ അവർ ഭക്ഷിച്ചിരുന്ന ഓരോ ആഹാര പദാർത്ഥങ്ങൾ, പിന്നെ അവരുപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ആദ്യത്തെ പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വാസ്കോഡ ഗാമയെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് അടുത്തത് ഗണിതമാണ്. ഗണിതം പള്ളിക്കൂടം, PSC പള്ളിക്കൂടം, അതാണ് പരിചയപ്പെടുന്നത്. ആദ്യം അതേപോലെ തന്നെ PSC ഗണിതം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആദ്യത്തെ ചാപ്റ്റർ വരകളും വട്ടങ്ങളും. അതില് നമ്മൾ വൃത്തത്തിന്റെ ആരം, ചെറുതോ വലുതോ ആയ വൃത്തം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആണ് കോമ്പസ്. അങ്ങനെ വൃത്തത്തെ കുറിച്ചുള്ള കുറച്ച് സവിശേഷതകളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്ത ത്രികോണം, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബുക്ക് വളരെ ഉപയോഗപ്രദമാണ്. ഈ പള്ളിക്കൂടം PSC എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. അത് പെട്ടെന്ന് ചെറിയ ഓരോ പോയിന്റ്സേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന്
വിചാരിക്കുന്നു.